സ്പാനിംഗ് ട്രീയെ കുറിച്ച് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇനി ഒരു ഗ്രാഫ് തന്നു കഴിഞ്ഞാൽ അതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള എത്ര സ്പാനിംഗ് ട്രീസ് ഉണ്ട് എന്നുള്ളത് കൗണ്ട് ചെയ്യാനോ വല്ല മാർഗങ്ങളുണ്ടോ എന്നുള്ളത്. അപ്പോൾ അത് പറയുന്നതിൻ്റെ മുമ്പായിട്ട് ഒന്ന് രണ്ട് ഡെഫിനിഷൻ പഠിക്കേണ്ടതുണ്ട്. അതിൽ ആദ്യത്തെ ഡെഫിനിഷനാണ് കോൺട്രാക്റ്റഡ്. ഒരു ഗ്രാഫിൻ്റെ ഒരു എഡ്ജ് ഇ എന്ന് പറയുന്ന എഡ്ജ് എപ്പോഴാണ് കോൺട്രാക്റ്റഡ് എന്ന് പറയാനാണ്. അപ്പോൾ ഒരു ഗ്രാഫ് ജി എന്ന് പറയുന്ന ഒരു ഗ്രാഫ് ഉണ്ട്, അതിൻ്റെ ഒരു എഡ്ജാണ് ഇ. നമ്മൾ പറയുന്നത് ഈ ഒരു എഡ്ജ് കോൺട്രാക്റ്റഡ്, സെറ്റ് ടു ബി കോൺട്രാക്റ്റഡ് എന്ന് പറയണമെങ്കിൽ എന്താണ്? ഇഫ് ഇറ്റ് ഈസ് ഡിലീറ്റഡ് ഫ്രം ജി ആൻഡ് ഇറ്റ്സ് എൻഡ്സ് ആർ ഐഡന്റിഫൈഡ്. അതായത് ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. ഇവിടുന്ന് ഈ ഒരു E5 എന്ന് പറയുന്ന എഡ്ജ് കൺസിഡർ ചെയ്യുക, E5. അപ്പൊ ഈ E5 എന്ത് ചെയ്യുക? ഈ ഒരു ഗ്രാഫ് അങ്ങ് ഡിലീറ്റ് ചെയ്യുക, ഈ E5 അങ്ങ് ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ E5ന്റെ എൻഡ് വെർട്ടിസസുകൾ ഉണ്ടല്ലോ, V4ഉം V1ഉം, ഇത് രണ്ടും കൂടെ ഒന്നിച്ചാക്കുക. അതായത് ഈ V4 ഇവിടുന്ന് എടുത്തിട്ട് നേരെ ഈ V1ഉം V4 എന്താക്കുക? ഈക്വൽ ആക്കുക. V1 ഈക്വൽ ടു V4 ആക്കുക. അപ്പൊ എന്താ സംഭവിക്കുക? ഈ V4ലേക്ക് വരുന്ന എല്ലാ എഡ്ജുകളും എവിടേക്ക് വരും? V1ലേക്ക് വരും. അപ്പൊ V1ൽ എന്തുണ്ടാവും? V1ലുള്ള എഡ്ജുകളൊക്കെ അവിടെ ഉണ്ടാവും. പോരാത്തന്നെ എന്താണ്? V4ലുള്ള എഡ്ജുകളും കൂടെ എവിടെ ഉണ്ടാവും? V1ൽ ഉണ്ടാവും. എന്താ ഉദ്ദേശിച്ചത്? മെർജിങ് ദ ടു വെർട്ടിസസ് ദാറ്റ് ഈസ് പ്രീവിയസ്ലി ജോയിൻഡ്. ഈ E5 എന്നുള്ളത് ഡിലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ രണ്ട് വെർട്ടിസസുകൾ ഉണ്ടല്ലോ, ജോയിൻ ആയിട്ടുള്ള ഈ രണ്ട് വെർട്ടിസസുകൾ, ഇത് രണ്ടും തമ്മിലാണ് മെർജ് ചെയ്യുക, ഒന്നാക്കുക. അപ്പൊ ഈ V4ലേക്കും V1ലുള്ള കംപ്ലീറ്റ് എഡ്ജുകളും ഈ സെയിം V1ലേക്ക് വരും. അത് നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യും? G.E എന്ന് പറയും. അതായത് കോൺട്രാക്ഷൻ ഓഫ് E എന്ന് പറയുന്ന സാധനം, ഈ E എന്ന് പറഞ്ഞ എഡ്ജ് കോൺട്രാക്റ്റഡ് എന്ന് പറയാം. ഒരു G എന്ന് പറഞ്ഞ ഗ്രാഫിലെ E എന്ന് പറഞ്ഞ എഡ്ജ് കോൺട്രാക്ട് ചെയ്യുന്നതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതാണ് G.E. അപ്പൊ G.E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മീനിങ്? ഈ ജിയിലുള്ള ആ ഒരു E എന്ന് പറയുന്ന എഡ്ജ് ഡിലീറ്റ് ചെയ്യുക, ആ എഡ്ജിന്റെ രണ്ട് എൻഡ് വെർട്ടിസസുകളും തമ്മിൽ മെർജ് ചെയ്തിട്ട് ഒന്നാക്കുക. ഇതിനെയാണ് കോൺട്രാക്റ്റഡ് എന്ന് പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് കൺസിഡർ ചെയ്യുക, ഈ ഒരു ഗ്രാഫ് കൺസിഡർ ചെയ്യാം. അപ്പൊ ഇതിൽ നിന്ന് E1 എന്ന് പറയുന്ന എഡ്ജ് കോൺട്രാക്ട് ചെയ്തതാണ് ഈ ഒരു ഗ്രാഫ്. E1 എന്താണ്? ഒരു ലൂപ്പാണ് അല്ലെ? അപ്പൊ ഒരു ലൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ എൻഡ് വെർട്ടിസസ് രണ്ടും ഓൾറെഡി സെയിം ആണ്, V1 തന്നെയാണ്. അപ്പൊ നമുക്ക് എന്തിന്റെ ആവശ്യമില്ല? അത് മെർജ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇതിന്റെ രണ്ട് എൻഡ് വെർട്ടിസസും V1 തന്നെയാണ്. അപ്പൊ ഈ ഒരു പ്രോസസ്സിംഗിൽ എന്തേ നടക്കുന്നുള്ളൂ? ജസ്റ്റ് ഈ E1 എന്ന് പറയുന്ന എഡ്ജിനെ നമ്മൾ ഡിലീറ്റ് ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇനി ഇവിടെ നിങ്ങൾ നോക്കൂ, ഈ G.E5 ഇവിടെ എന്താ സംഭവിച്ചത്? E5 എന്ന് പറയുന്ന ഈ എഡ്ജ് ഡിലീറ്റ് ചെയ്തു. ഇത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്തായി? V4ഉം V1ഉം ആണല്ലോ ഇതിന്റെ എൻഡ് വെർട്ടിസസ്, അത് രണ്ടും സെയിം ആയി. അപ്പൊ നിങ്ങൾ നോക്കൂ, ഇതിലേക്കുള്ള വരുന്ന ഈ E5 എന്ന് പറഞ്ഞ എഡ്ജ് ഡിലീറ്റ് ആയി. V1ലേക്ക് ഏതൊക്കെയാ വെർട്ടിസസ് വരുന്നത്, എഡ്ജുകൾ വരുന്നത്? E1 എന്ന് പറഞ്ഞ എഡ്ജ് ഉണ്ട്, അത് ഓൾറെഡി ഇവിടെ ഉണ്ട്. പിന്നെ V1ലേക്ക് വരുന്ന എഡ്ജ് ഏതാണ്? E2 ആണ്. അത് എവിടുന്ന വരുന്നത്? V2ൽ നിന്ന്. അപ്പൊ V2ൽ നിന്ന് വരുന്ന E2 എന്ന് പറയുന്ന എഡ്ജും ഇവിടെ ഉണ്ട്. പിന്നെ ഈ വേറെ V1ലേക്ക് വരുന്ന എഡ്ജ് E5 ആണ്, അത് നമ്മൾ ഡിലീറ്റ് ചെയ്തു. പിന്നെ എന്താ ചെയ്തത്? V1ഉം V4ഉം ഈക്വൽ ആക്കി. അപ്പൊ V4ലേക്ക് വരുന്ന എഡ്ജുകളും കൂടെ എവിടേക്ക് വരണം? V1ലേക്ക് വരണം. അങ്ങനെ എന്താ? രണ്ടും ഈക്വൽ ആക്കി. V4ലേക്ക് വരുന്ന ഒന്ന് E4 ആണ്, അത് എവിടുന്നാ വരുന്നത്? V3യിൽ നിന്ന്. അപ്പൊ V3യിൽ നിന്ന് E4ലേക്ക് വരുന്നുണ്ട്. പിന്നെ V2ൽ നിന്ന് രണ്ട് എഡ്ജുകൾ വരുന്നുണ്ട് അല്ലെ? E6ഉം വരുന്നുണ്ട്, E7ഉം വരുന്നുണ്ട്. അപ്പൊ E6ഉം E7ഉം എവിടേക്ക് വരണം? V1ലേക്ക് വരണം. അങ്ങനെ റിസൾട്ട് ആയിട്ട് കിട്ടുന്ന ഈ ഗ്രാഫിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക G.E5. അതായത് എന്താ മീനിങ്? കോൺട്രാക്റ്റഡ്. E5 എന്ന് പറയുന്ന സാധനത്തിന് നമ്മൾ കോൺട്രാക്ട് ചെയ്തു, അതായത് E5നെ ഡിലീറ്റ് ചെയ്തിട്ട് അതിന്റെ എൻഡ് വെർട്ടിസസ് സെയിം ആക്കി. അപ്പൊ ഇതിൽ രണ്ട് കേസുകൾ അപ്പൊ നമുക്ക് വരും അല്ലെ? ഒന്നെന്താണ്? E എന്ന് പറയുന്നത് ഒന്നുകിൽ ലൂപ്പ് ആവാം, അല്ലെങ്കിൽ ലൂപ്പ് ആവാതിരിക്കാം. ഈ E എന്ന് പറയുന്നത് ലൂപ്പ് അല്ലെങ്കിൽ, അതായത് ഈ ഒരു കേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത സാധനം, അപ്പൊ ഇതിന്റെ N(G.E), അതായത് വെർട്ടിസസുകളുടെ എണ്ണം, ജിയില് n നമ്പർ ഓഫ് വെർട്ടിസസുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജിയുടെ എത്ര വെർട്ടിസസുകൾ ഉണ്ടോ അതിൽ നിന്ന് എന്ത് കുറയും? ഒരു എഡ്ജ് കോൺട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വെർട്ടിസസ് നമുക്ക് എന്താവും? റിമൂവ് ആവും. എപ്പോ? ഈ വെർട്ടിസസ് എഡ്ജ് എന്തല്ലെങ്കിൽ ലൂപ്പ് അല്ലെങ്കിൽ. അപ്പൊ ലൂപ്പ് ആവാത്ത കേസാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്പർ ഓഫ് G.E എന്ന് പറഞ്ഞാൽ എന്ത് വരും? N(G)-1 വരും. അതുപോലെ എഡ്ജും നമ്മൾ എന്തേ ചെയ്യുന്നുള്ളൂ? ഒരൊറ്റ എഡ്ജേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ? ഡിലീറ്റ് ചെയ്യുന്നുള്ളൂ അല്ലെ? ആ ഒരൊറ്റ എഡ്ജ് മാത്രമേ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നുള്ളൂ. അതുപോലെ നമ്പർ ഓഫ് കോമ്പണൻസ് അല്ലെ? ഇവിടെ ഇപ്പൊ എത്ര കോമ്പണൻസേ ഉള്ളൂ? ജിയിൽ ഒരൊറ്റ കോമ്പണന്റേ ഉള്ളൂ. അപ്പൊ G.E എന്തുണ്ട്? ഒരൊറ്റ കോമ്പണന്റ് തന്നെ ഉള്ളൂ. സപ്പോസ് G എന്ന് പറയുന്നതിന് രണ്ട് കോമ്പണന്റ് ഉണ്ടെന്ന് നോക്കുക. ഈ ഒരു രണ്ട് ഗ്രാഫും കൂടെ ഇത് മൊത്തം കൂടിയതാണ് G എന്ന് വെക്കുക.
അപ്പൊ ഈ കോൺട്രാക്ഷൻ ചെയ്തതിലും എന്തുണ്ടാവും? 2 കോമ്പണന്റ് ഉണ്ടാവും. ഇവിടെയും ഇതുപോലെ എന്തുണ്ടാവും? അതേ ഒരു കോമ്പണന്റ് ഇവിടെ ഉണ്ടാവും. അപ്പൊ കോമ്പണൻസിന്റെ എണ്ണം എന്താ വരിക? രണ്ടിലും സെയിം ആണ് വരിക. ഇനി അതുപോലെ തന്നെ ഇ എന്ന് പറയുന്നത് ലൂപ്പ് ആയിരുന്നെങ്കിൽ അപ്പൊ നമ്പർ ഓഫ് വെർട്ടിസസിന് എന്ത് സംഭവിക്കും? രണ്ടത്തതും സെയിം ആവും. ഇപ്പൊ ഈ കേസിൽ കണ്ടില്ലേ, രണ്ടിലുള്ള ഒരു ലൂപ്പാണ് നമ്മൾ കോൺട്രാക്ട് ചെയ്തതെന്നുണ്ടെങ്കിൽ രണ്ടിലുള്ളതും നമ്പർ ഓഫ് വെർട്ടിസസ് സെയിം ആവും. അതുപോലെ എഡ്ജുകളോ, എഡ്ജിന് എന്ത് വരും? ഒന്ന് കുറവ് വരും. എം ഓഫ് ജി ഡോട്ട് ഇ ഈക്വൽ ടു എം ഓഫ് ജി മൈനസ് വൺ ആണ് വരിക. പക്ഷെ കോമ്പണൻസ് വീണ്ടും എന്താവും? സെയിം തന്നെയാണ് വരിക. ഇത്രയും കാര്യങ്ങളാണ് ഈ കോൺട്രാക്ഷൻ എന്നുള്ള. അപ്പോൾ വേറെ 2-3 ഗ്രാഫ് വെച്ചിട്ട് നിങ്ങൾ ഓരോ എഡ്ജുകളൊക്കെ കോൺട്രാക്ട് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ ഇതിൽ തന്നെ നമ്മളിപ്പോൾ E1 ഉം E5 ആണ് ചെയ്തത്. വേറെയുള്ള എഡ്ജുകളൊക്കെ നിങ്ങൾ കോൺട്രാക്ട് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യാം.